അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പതിവ് പോലെ എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്കിലേക്ക്, ഇൻട്രസ്റ്റിംഗ് ആണോ നിങ്ങൾ പറയണം, പക്ഷെ എനിക്ക് തോന്നിയത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടാസ്കിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ആദ്യം എനിക്ക് ശ്വേതാജിയോട് ചോദിക്കാനുള്ളത്, അതായത് കുറേ നാളായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതുപോലെ ഡാൻസ് എല്ലാം ഉണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഒരാളെ കഥകൾ പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിച്ച്, ചേച്ചി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അപ്പോൾ ഒരാളെ കഥ പറഞ്ഞ് അയാളെ കൊണ്ട് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാൻ അയാൾ സമ്മതിക്കണം, പക്ഷെ കഥ പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഇപ്പൊ വിചാരിക്കുന്നില്ല. പക്ഷെ ഡയറക്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ ചിലപ്പോ അതും വരുമായിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ സീൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതായത് ഇപ്പൊ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ആ ഒരു സീനിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിപ്പിച്ച് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ അല്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ വേറെ നിങ്ങളിൽ ആർക്കാണ് ഇങ്ങനെ നന്നായിട്ട് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാസ്ക്. അപ്പൊ ഈ ഒരു കഥ പറച്ചിൽ ടാസ്കിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരാളവിടെ തല ആട്ടുണ്ട്, അവിടെ ഒരാൾ തലയാട്ടുന്നുണ്ട്. അതെ അതെ, ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട്, ഷോർട്ട് ഫിലിംസിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പ്രവർത്തിച്ച ഒരു കലാകാരി, ഒരു സംവിധായിക നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ട്. പേര് പറയില്ല. മഞ്ഞ സാരി ഉടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി എന്റെ മുത്തപ്പാന്ന് വിളിക്കുന്ന ഒരു കുട്ടിയാണ് ആ ആള്. വരൂ സന്ധ്യ. ഓക്കെ, അപ്പൊ കഥ പറയാനായിട്ട് സന്ധ്യ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സന്ധ്യയായിട്ട് ഏറ്റുമുട്ടാൻ, ആ ഒരു കോമ്പറ്റീഷൻ, ഒരു ഉഷാറ് വരണമെങ്കിൽ ഏറ്റുമുട്ടാൻ ഒരാൾ വേണം. അപ്പൊ അങ്ങനെ ഏറ്റുമുട്ടാനായിട്ട് എനിക്ക് പറ്റിയ ഒരാളെന്ന് തോന്നിയത് സ്മിഷയാണ്. വരൂ. എന്തായാലും എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമേജസ് നിങ്ങളെ കാണിക്കും. ഇപ്പം പലതരം ഇമേജസ് കാണിക്കുമ്പോൾ അതെല്ലാം കൂട്ടി നിങ്ങളുടെ ഒരു ഇമാജിൻ വേൾഡിലേക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അതായത് നമ്മൾ തരുന്ന ഇമേജസിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങളുടെ ഭാവനയിൽ ഒരു കുട്ടിക്കഥ, ഒരു മിനിറ്റിൽ ഒരു കുട്ടിക്കഥ നിങ്ങൾ പറയണം. അത്രേ ഉള്ളൂ. അത് ഇതായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, കോമഡി ആവരുത്, മറ്റേതാവരുത്, അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരേ ഇമേജിന് വ്യത്യസ്തമായിട്ടുള്ള ഭാവനയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ഇവരുടെ ഭാവന എവിടെ എത്തും എന്ന് നോക്കിയിട്ട് എവിടെയും എത്തിയില്ലെങ്കിൽ ഞാൻ ശ്വേതാജിക്ക് ആ ഭാവന തരും. ഓക്കെ, എല്ലാരും അലേർട്ടായിരിക്കണം. ചിലപ്പോ എന്റെ ഭാവന സീന ചേച്ചിയുടെയിലേക്ക് വരും കേട്ടോ. അപ്പോ രണ്ടുപേരും ഇവിടെ കഥ പറയാനായിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ കഥാ മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് ഇവരുടെ ഇമേജസ് ആദ്യം നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇനി സ്മിഷ തുടങ്ങാം. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അരിക്കൊമ്പനാണ് എൻ്റെ കഥയിലെ നായകൻ. അരിക്കൊമ്പനെ നമുക്ക് എന്താ പറയുക, എല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് അതിൻ്റെ ഉപദ്രവം കാരണം ഓരോ സ്ഥലത്തു നിന്ന് പറഞ്ഞു വിടുമ്പോഴും അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിനെ മിസ്സായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സമയങ്ങളിലും ഓരോ സ്ഥലത്ത് നമുക്ക് പറഞ്ഞു വിടുമ്പം ഈ ഗേൾ ഫ്രണ്ടിനെ കാണാത്തതിൻ്റെ വിഷമമായിരുന്നു. അവസാനം എല്ലാവരും കൂടി അരിക്കൊമ്പനെ ഒരു കൂട്ടിലേക്ക് അടച്ചിടുകയാണ്. ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് കൂട്ടിലേക്ക് അടച്ചിടുമ്പോഴും കാണാത്തതിൻ്റെ വിഷമം കാരണം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അരിക്കൊമ്പൻ കൂട് തുറന്ന് വെളിയിലിറങ്ങി, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കൂട് തുറന്ന് വെളിയിലിറങ്ങി ഗേൾ ഫ്രണ്ടിനെ കാണുകയാണ്. അവർ തമ്മിൽ എവിടേക്കോ ഓടി മറഞ്ഞു. പിന്നെ അവരുടേതായ ജീവിതം, അവരുടെ കാട്ടിനിടയിൽ ആരും കാണാതെ അവരുടേതായ സ്വന്തമായ ഒരിടം, മറ്റുള്ളവർ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ ആ ഒരിടം നഷ്ടപ്പെടുന്നത്. അവർ പിന്നെ അവരുടേതായ ലോകത്ത്, അവരുടെ വനത്തിൻ്റെ ഉള്ളിലേക്ക് അരിക്കൊമ്പൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി പോവുകയാണ്. പിന്നെ അവിടെ അവർ ഒരു കുഞ്ഞു ജീവിതം ജീവിച്ചു തുടങ്ങുന്നു. കുട്ടികളായി അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് അവർ പോവുകയാണ്. ഓക്കെ, നൈസ് നൈസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴൊക്കെ ഒരുവിധം എല്ലാവരുടെ മനസ്സിലും ഈ അരിക്കൊമ്പൻ വന്നു കാണും. ഗ്രേറ്റ്. അപ്പോൾ കൊള്ളാം. ഇനി അടുത്തത് സന്ദീപ് ഓൾറെഡി വിഷ്വൽസ് കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോവാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരിടത്തൊരിടത്ത് ഒരു കുട്ടി ഒരു ആന ഉണ്ടായിരുന്നു.
ഒരൊറ്റപ്പെട്ട് നിൽക്കുന്നൊരു ആനയായിരുന്നു. ആ ആനക്ക് ഭയങ്കരമായ ഒരു ഡ്രീംസും ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സ്വപ്നത്തിൽ കണ്ടതാണ്, അതുവരെ ഒറ്റപ്പെട്ട് ഒരു കൂട്ടിൽ അല്ലെങ്കിൽ ഒരു ഒറ്റക്ക് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഡ്രീം കാണുവാണ്. പുറത്തോട്ട് ഇറങ്ങി ഒരു നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കാണുന്നതാണ്, സ്വപ്നം കാണുന്നതാണേ. നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ട് അവിടെ നല്ലൊരു റൊമാൻസ് സോങ് ഒക്കെ കഴിഞ്ഞ് നല്ല സ്വീറ്റ് ഒരു പാർക്കിൽ ബീച്ചിൽ നല്ലൊരു അനാർക്കലിയിൽ പോലത്തെ സോങ്സ് ഒക്കെ അവർ ഫുൾ റൊമാൻസ് സോങ്സ് ഒക്കെ കഴിഞ്ഞ് അവരെ ഇമോഷൻസൊക്കെ കൈമാറി അവിടെ നിന്ന് അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. അങ്ങനെ അവർക്കൊരു ഒരു കുട്ടി ആന വരുന്നതാണ്. സോ ഇതൊക്കെ ഒരു ഡ്രീംസിലൂടെ അത് ഡ്രീംസിലൂടെ കണ്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോൾ പിന്നെയും ആ ആനക്ക് മനസ്സിലാവുന്നത് അയ്യോ ഞാൻ ഇപ്പോഴും ഒറ്റക്കാണല്ലോ എന്നുള്ള രീതിയിൽ. സോ ഓക്കെ, ഇതിപ്പോ സെയിം സംഭവം തന്നെ ആയിപ്പോയി. ഗേൾ ഫ്രണ്ടും അവരുടെ ജീവിതം റൊമാൻസും ഒക്കെ തന്നെ ആയിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻ നിങ്ങൾ മാറ്റി പിടിച്ചില്ലല്ലോ. സന്ധ്യ പറയുമ്പോ സ്മിഷ പറഞ്ഞ ഇമോഷൻ അല്ലാതെ കുറച്ച് കോമഡി ആയിട്ട് പറയാമായിരുന്നു. അതാണ് ഞാൻ ആ സോങ് രണ്ടുപേരും ഇപ്പൊ എടുത്തത് റൊമാൻസ് ആണ്, നിങ്ങൾ രണ്ടുപേരും എടുത്തത് റൊമാൻറ്റിക് ആണ്. അവിടെ ഒരു റൊമാൻസിങ്സ് ലവ് ഒക്കെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചിന്റെ പിക്ചറൊക്കെ കാണുമ്പോ പിന്നെ ആ റൊമാൻസ് ആൻഡ് ഒരു ഫാമിലി റൊമാൻറ്റിക് കോമഡി ത്രില്ലർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതാണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഇതിന് കുറച്ചും കൂടി ഒരു ഹ്യൂമർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമോഷൻ ആയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ കണ്ടസ്റ്റൻസില്? ശൈത്യക്കുട്ടി, ഞാനിവിടെ ആ എക്സ്പ്രഷൻ ക്ലോസ് കിട്ടിയ എന്തോ ദൈവമേ. അല്ല, ഞാൻ അമ്മക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. ആ സ്റ്റോറിയാണ് നമുക്ക് വേണ്ടത്, പറ. അല്ല, ഞാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടാളും ഭയങ്കര സംസാരം. അപ്പൊ ഞാൻ ശൈത്യ കുട്ടിയോട് ചോദിച്ചാൽ ശൈത്യ അപ്പൊ അല്ല, ഒരു കോമഡി രീതിയിൽ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു. അതന്നെ, ആ കോമഡിയാണ് ഞങ്ങൾക്ക് വേണം. ഞങ്ങളും കൂടി ചിരിക്കട്ടെ മാഷേ. നിങ്ങൾ അമ്മയും മോളും മാത്രം എപ്പോഴും ചിരിച്ചാൽ മതിയോ? ഒരിടത്തൊരു കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാം. ഒരിടത്തൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് അത് സ്വപ്നം കാണുക, അതായത് ബാഹുബലിയില് അതിന് റോള് കിട്ടിയെന്ന്. അതാണ് ആ ഫോട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ബാഹുബലി 2 എടുത്തപ്പോഴേക്കും അതിന് റോളില്ല, വേറെ പുതിയ ആനേനെ കൊണ്ടുവന്നു. അതിനെ ഫുൾ ഇങ്ങനെ കൂട്ടിൽ അടച്ച മാതിരി, അതിന് ഭയങ്കര സങ്കടമൊക്കെ ആയി, ഭയങ്കര ഡിപ്രഷനൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴേക്കും അതിനെ വേറെ സിനിമയിലേക്ക് എടുത്തു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, കുട്ടികളുടെ കൂട്ടത്തിലൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു കുഞ്ഞൊരു കുട്ടിയാനായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടെന്താ അവിടെ വിളിച്ചത്. പക്ഷെ ഈ ബാഹുബലി ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടു. അവിടെ വരെ ആക്ച്വലി അവളുടെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മള് ഡിസ്റ്റർബ് ചെയ്തത്. ഒരു ഡൗട്ട്, അല്ല ഇതിന്റെ ശരിക്കുള്ള സ്റ്റോറി എന്താ ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ ചോദിക്കരുത്.